ഹായ് എവരിവൺ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് IIT എയിംസ് പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനായി ബ്രില്യൻ്റ് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് IIT എയിംസ് 2-year +2 പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് കേരളത്തിലെ 50ഓളം സെന്ററുകളിലും കൂടാതെ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ, ഇന്ത്യക്ക് പുറത്ത് ഖത്തർ, ദുബായ് എന്നിവിടങ്ങളിലുമായാണ് നടത്തപ്പെടുന്നത്. നീറ്റ് 2024 ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കും ബ്രില്യൻ്റ് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ടുള്ള 1 കോടി രൂപയ്ക്കും അർഹനായ ശ്രീനന്ദ് ഷോമൽ, JEE മെയിൻ കേരള ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ഹാഫിസ് റഹ്മാൻ, കീം ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ദേവാനന്ദ് P എന്നിവരൊക്കെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു. ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് 10% മുതൽ 100% വരെയുള്ള സ്കോളർഷിപ്പ് എമൗണ്ടും ലഭ്യമായിരിക്കും. സ്കൂൾ പഠനത്തോടൊപ്പം എൻട്രൻസ് പരിശീലനം എന്ന ആശയം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്ന സ്ഥാപനമാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല. ഇതിനോടകം നിരവധി വിദ്യാർത്ഥികളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹലോ ആൻറ്റി, പേരെന്തായിരുന്നു? എൻ്റെ പേര് സിന്ധു. സിന്ധു. വീട് എവിടെയാ? എൻ്റെ വീട് പാലക്കാടാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ കോട്ടയത്തായതുകൊണ്ട് പാലായില സ്റ്റേ ചെയ്യുന്നു. ഓക്കെ. മോനാണ് മോളാണ് എൻട്രൻസ് എക്സാം? മോനാണ്. പേരെന്താണ് മോന്റെ? ജിൽജിത്ത്. എങ്ങനെയാണ് ബ്രില്യന്റിനെ പറ്റിയിട്ട് അറിഞ്ഞത്? ശരിക്കും അറിഞ്ഞത് എൻ്റെ വീട് പാലക്കാടാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ട്. ചേച്ചിയുടെ മോന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് അന്വേഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു നൈബർ കൊച്ച് ഇവിടെ +2 കഴിഞ്ഞിട്ട് ഫുൾ A+ കിട്ടിയ ഒരു കൊച്ചാണ്. അപ്പൊ അവൻ NIT കയറാനായിട്ട് ഫുൾ A+ ഉള്ളത് കൊണ്ട് ഇവിടെ വന്ന് അപ്ലൈ ചെയ്തപ്പോഴത്തേനും കിട്ടി. അവൻ 1 വർഷം പഠിച്ചു. അങ്ങനെയാണ് ബ്രില്യന്റിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. അങ്ങനെ ചേച്ചിയുടെ മോൻ ഇതുപോലെ സ്ക്രീനിങ് ടെസ്റ്റിന് അപ്ലൈ ചെയ്തു. അവന് കിട്ടി. സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി കിട്ടി. കൺസെഷൻ ഉണ്ടായിരുന്നു. സ്കോളർഷിപ്പ് കിട്ടി. അവന് തൃശ്ശൂരായിരുന്നു എക്സാം എഴുതിയത്. അവന്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. അവൻ ഇവിടെ വന്ന് 2 വർഷം റെഗുലർ ബാച്ചായിട്ട് പഠിച്ചു, എഴുതി. നല്ല റെസിഡൻഷ്യൽ ബാച്ച് തന്നെയായിരുന്നു. അതെ. എന്നിട്ട് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായി. 685 മാർക്ക് ഉണ്ടായിരുന്നു. ഭോപ്പാലിൽ ഇപ്പൊ പഠിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെയാണ് അറിഞ്ഞത്. ഞാൻ പാലായിലായിട്ട് പോലും എനിക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവര് വന്നതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റി. ഇപ്പൊ എന്റെ മോൻ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരു ചേച്ചിയുടെ മോള് ഇതുപോലെ റെഗുലർ ബാച്ച് അല്ലായിരുന്നു, അവള് ഓൺലൈനായിട്ട് ബ്രില്യന്റിൽ തന്നെ പഠിച്ചു. ഇപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. ദിൽജിത്ത് എന്താ ബ്രില്യന്റിലെ ഒരു എൻവയോൺമെന്റിനെ പറ്റിയിട്ടൊക്കെ? അവന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഫസ്റ്റ് പഠിച്ചത് കാർമലിലായിരുന്നു. അപ്പൊ അതൊരു ചെറിയ സ്കൂളല്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ടീച്ചേഴ്സിനെ കുറിച്ചും ഭയങ്കരമായിട്ട് അവന് ഭയങ്കര ഇഷ്ടമായി ഒത്തിരി. അവന് അത് ആദ്യം മടിയായിരുന്നു, ഇങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോകാന്ന് പറഞ്ഞപ്പോൾ മടിയായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ടീച്ചേഴ്സായിട്ട് ഭയങ്കര അടുപ്പമൊക്കെ ഉണ്ട്. എപ്പോഴും വിളിക്കും, സംസാരിക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ബ്രില്യന്റ് എന്ന് പറഞ്ഞാൽ. ടീച്ചേഴ്സൊക്കെ അറിയാം. അപർണ മിസ്സിനെയൊക്കെ നന്നായിട്ട് അവൻ എപ്പോഴും പറയാറുണ്ട്. ആതിര മിസ്, ജോണി സാറിന്റെ കാര്യം പറയാറുണ്ട്, ശ്രീനാഥ് സാറിന്റെ, അങ്ങനെ എല്ലാവരുടെ കാര്യം അവനെപ്പോഴും പറയാറുണ്ട് വീട്ടില്. സത്യം പറഞ്ഞാൽ ഇതിപ്പോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു കോച്ചിങ് കൂടെ കിട്ടുന്നതുകൊണ്ട് അവർക്ക് 1 വർഷം മിസ്സാവാതെ അതിന്റെ കൂടെ പഠിച്ചു പോകും. അതേ സമയം തന്നെ ബ്രില്യന്റ് കോച്ചിങ് ഉള്ളതുകൊണ്ട് +1 +2 കൂടെ അതൊരു എഫക്റ്റീവ് ആയിട്ടല്ലേ വരുന്നത്. അവർക്ക് ഒത്തിരി പഠിക്കേണ്ടി വരുന്നില്ല. ഇവിടുത്തെ നല്ല ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് ക്ലാസ്സിലധികം നമുക്ക് സ്ട്രെസ് വരുന്നില്ലെന്നാണ് അവൻ പറയാറ്. മൂത്തവന് അങ്ങനെ പറഞ്ഞ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇവനെയും കൂടെ നമ്മൾ പ്ലാനിങ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഹായ് മാം. ഹായ്. പേരെന്താണ്? സന്ധ്യ മനോജ്. വീട് കോട്ടയം ആയിരിക്കുന്നു. പ്രൊഫഷൻ? ടീച്ചറാണ്. അപ്പൊ ആരായിട്ട് എക്സാം എഴുതാൻ വന്നേക്കുന്നത്? ഇപ്പൊ എന്റെ മൂത്ത മോൻ എക്സാം എഴുതാൻ വന്നേക്കുന്നത് IIT എയിംസിലേക്കുള്ള 2027ലേക്കുള്ളത്. 27ലേക്കുള്ളത്. എന്താണ് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ളത്? ഞങ്ങൾക്ക് ഇവിടെ നമ്മളെല്ലാവരും പറയുന്ന കേൾക്കുന്നതാണ് പല ബ്രില്യന്റെ പറ്റി. പിന്നെ എന്റെ ബ്രദറിന്റെ മോള് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഓൺലൈൻ സമയത്തായിരുന്നു. അപ്പോൾ നല്ല മാർക്കുണ്ട്. അവളിപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ 4th ഇയർ പഠിക്കുന്നു. എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് തന്നെയാണ്. അപ്പം ഞാൻ ആർക്കുന്നു ക്ലൂണിയിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 2008 വന്നു. പിന്നെ എനിക്ക് 3 മക്കളുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ സ്കൂളിൽ കയറും. അപ്പോൾ ഇത് ഈ പേരെല്ലാവർക്കും അറിയാം. പിന്നെ എൻ്റെ ബ്രദറിന്റെ മോളാണ്. അപ്പൊ എൻ്റെ മോള് തന്നെയല്ലേ. അപ്പൊ അവളും ഓൺലൈൻ തന്നെയാണ് പഠിച്ചത്. ഇവിടെ ഞാൻ എൻ്റെ മോനെ 6th ലാബ് കൊണ്ടുവന്ന. അപ്പൊ അന്നതിന്റെ ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ അവൻ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നെന്ന് ടെസ്റ്റ് ചെയ്താമെന്ന് കരുതി വന്നേക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് തോന്നുന്നത്? അപ്പൊ സാധാരണ നമ്മൾ +2 കഴിഞ്ഞ് പിന്നൊരു ഇയർ നമ്മൾ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പിള്ളേർ വിടാറുണ്ട്. അപ്പൊ +2-നൊപ്പം തന്നെ കോച്ചിങ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എൻട്രൻസ് എക്സാമിന് പറ്റുമല്ലോ.
അത് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഒരു വർഷം കളയാണ്ട്. ഒരു വർഷം കളയാതെ. അതുപോലെ തന്നെ ബ്രില്യന്റിന്റെ ക്ലാസ്സസിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. സൂപ്പർ ക്ലാസ്സസ് ആണ്. ഞാനും അവിടെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് വരും. തൊട്ടടുത്ത് ഞാൻ പേര് വരെ പറയാം, അറിയാവുന്ന കുറെ പിള്ളേരുണ്ട്. അപ്പൊ 11th ഇരിക്കുമ്പോൾ മക്കള് പഠിച്ചിട്ട് വരും. അപ്പൊ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ അവർ ഓൾറെഡി ആൻസേഴ്സ് പറയും. അപ്പൊ ഞങ്ങൾ പറയുന്നത് ബ്രില്യൻസ് പഠിപ്പിക്കാതെ പാഠം ഒന്ന് എടുക്കട്ടെ, ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാം നല്ലൊരു കവർ ചെയ്ത് അവർ വരുന്നുണ്ട്, നല്ലപോലെ ഡെപ്തിലേക്ക് പോകുന്നുണ്ട്. അല്ലാതെ നമുക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടിലും നല്ലപോലെ ആഴത്തില് ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഹായ് മാം, പേരെങ്ങനെയാണ്? ജീനു. വീട്? വീട് ഉഴവൂര്. ഉഴവൂര്. എന്ത് ചെയ്താ? ഞാന് ചുണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. ഇപ്പം ആ എക്സാം എഴുതാനായിട്ട് മോനാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി അറിയാനുണ്ടായത്? ഞാൻ വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു ബ്രില്യന്റിന്റെ. പിന്നെ മോനെ 8th ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫൗണ്ടേഷൻ ഉള്ളത്. പിന്നെ അത്രയല്ലേ ആയുള്ളൂ എന്നോർത്തത് കണ്ടിന്യൂ ചെയ്തില്ല. പക്ഷെ എനിക്ക് മെസ്സേജസും കാര്യങ്ങളും ഇവിടെ നിന്നുള്ള ഫോളോ അപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 10th കഴിഞ്ഞപ്പോഴാണ് സീരിയസ് ആയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാന്ന് ഓർത്തത്. എൻ്റെ സ്വന്തം അനിയത്തി ഇവിടുന്ന് തന്നെയാണ് പഠിച്ചത്. ഒരു 10 വർഷത്തോളമായി. അവൾ MBBS റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് പഠിച്ച് ഒക്കെ MBBS കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവള് PG ചെയ്യുന്നു. അപ്പൊ ആ വഴിയായിട്ട് എനിക്ക് ഏത് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്? അവള് ഹസൻ മെഡിക്കൽ, കർണാടകയിൽ. അപ്പം അറിയായിരിക്കും ബ്രില്യന്റിന്റെ ക്ലാസ്സിനെ പറ്റി. എന്താ ബ്രില്യന്റിന്റെ ക്ലാസ്സിനെ പറ്റിയിട്ട് ഇവിടുത്തെ ഫെസിലിറ്റീസിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള ഒരു അഭിപ്രായം? നല്ലൊരു ഫോളോ അപ്പ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ആണ്. ഇപ്പൊ എനിക്ക് വരുന്ന മെസ്സേജസുകളാണേലും അതിന്റെ അവര് വിളിച്ചറിയിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഞാൻ അവളുടെ കണ്ടിട്ടുണ്ട്. അതെല്ലാം വളരെ പ്രോപ്പർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സിസ്റ്റമാറ്റിക്. പിന്നെ ഇവിടുത്തെ ഡയറക്ടറിന്റെ ഒരു ടോക്ക് ഞാൻ കേട്ടായിരുന്നു, എനിക്ക് ഒത്തിരി അത് ഇംപ്രസീവ് ആയിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ബ്രില്യന്റിന്റെ ഈ ഒരു പ്രോഗ്രാം സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ +1+2 കൂടെ തന്നെ കുട്ടികൾക്ക് എൻട്രൻസ് കോച്ചിങ് കിട്ടും. സോ ആ ഒരു പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടുണ്ട്. ഞാൻ മോനോട് ചോദിച്ചപ്പോഴും അവനത് അവർക്ക് +1+2 ഒരു എയ്ഡിങ് ഹെൽപ്പും കൂടി ആവും. അതുകൂടാതെ നമുക്കൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കൂടെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും +1നെയും +2നെയും ഹെൽപ്പ് ചെയ്യും. ബ്രില്യന്റിന്റെ റിസൾട്ടിനെ പറ്റി ഞാൻ മറ്റേ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. എപ്പോഴും എടുത്ത് നോക്കുക, ആദ്യത്തെ top 10, top 100, top 50 എന്നൊക്കെ നോക്കുക. എവിടെ നോക്കിയാലും ബ്രില്യന്റ് തന്നെയാണ് ടോപ്പ്. പിന്നെ ഈയിടെയായിട്ട് വേറെ കുറെ ഇതൊക്കെ കേൾക്കാറുണ്ട്, വേറെ കുറെ ഇതുപോലെ വേറെ സ്റ്റഡി സെന്റേഴ്സിന്റെ ഒക്കെ. പക്ഷെ അതൊന്നും അത്രയും ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയും ബ്രില്യന്റ് തന്നെയാണ് മികച്ചതായിട്ട് ഫീൽ ചെയ്തത്. ഹലോ മാം, പേരെന്തായിരുന്നു? പ്രീത. വീട് എവിടെയാണ്? വീട് ഭരണങ്ങാനം. ഓക്കെ. എന്താണ് ബൈ പ്രൊഫഷൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ പഞ്ചായത്തിൽ വർക്ക് ചെയ്യാണ്. പഞ്ചായത്തിൽ വർക്ക്. ഓക്കെ. മോനാണ് മോളായിരുന്നു? ആക്ച്വലി ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട്, കോട്ടയം തന്നെ ആയതുകൊണ്ട് പല ബ്രില്യന്റിനെ കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ വഴി കുട്ടികളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ പറയും, ഹസ്ബൻഡ് ഫ്രണ്ട്സൊക്കെ വഴി ഇങ്ങനെ അറിഞ്ഞു. നല്ലോണം സ്കോർ ചെയ്യുന്നുണ്ട് പിള്ളേർ, അവരുടെ മക്കളൊക്കെ. പിന്നീടുള്ള സ്റ്റഡീസിലും മറ്റ് ജനറൽ എക്സാംസിലൊക്കെ നല്ല സ്കോർ ചെയ്യുന്നുണ്ട്, മാർക്കൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയാ ഞങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ റെസിഡൻഷ്യൽ ബാച്ചിലേക്കാണ് നോക്കുന്നത്. കാരണം വന്നു പോയി പഠിക്കുമ്പോഴത്തേനൊരു കോൺസെൻട്രേഷൻ കുറച്ച് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് റെസിഡൻഷ്യൽ ബാച്ച് തന്നെയാണ് നല്ലതെന്ന് തോന്നി. ഇനി IIT എയിംസിലേക്ക് എടുക്കുമ്പോൾ റെസിഡൻഷ്യൽ ബാച്ചിലോട്ട് അപ്ലൈ ചെയ്യാനാണ്. ഫൗണ്ടേഷന് പഠിക്കുന്ന സമയത്ത് ആള് ബ്രില്യന്റിനെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ വളരെ നല്ല അഭിപ്രായം കേട്ടോ. നല്ല ടീച്ചേഴ്സിനെ കുറിച്ചാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണെങ്കിലും നല്ല അഭിപ്രായം. ആള് കുറച്ചുകൂടെ ആക്റ്റീവായി. ഞാൻ വീട്ടിലാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും. ഇപ്പൊ ജനറൽ ഇമ്പോർട്ടൻ്റ് പറയേണ്ട മറ്റു പബ്ലിക് എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് കുറച്ച് കോൺഫിഡൻസ് കിട്ടി. സയൻസ് ഒളിമ്പ്യാഡ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അവർക്ക് ആ പബ്ലിക് എക്സാമിനെയൊക്കെ ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വളരെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ആക്റ്റീവായി. എക്സാമിനോടൊക്കെ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ ആയിട്ടും ഒരു കോൺഫിഡൻസ് കിട്ടി. തീർച്ചയായിട്ടും ഇച്ചിരി അഡ്വാൻസ്ഡ് ആണല്ലോ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പം അവർക്ക് ആ ക്ലാസ് ഒന്ന് മിസ്സായ പോലും തന്നെ പ്രശ്നമൊന്നും വരുന്നില്ല. നല്ലോണം അത് മേക്കപ്പ് ചെയ്ത് പോകാണ്ട് അവരുടെ ലെവൽ കൂടി തന്നെയാണ് അവർ നിൽക്കുന്നത്. കുട്ടികൾ ക്ലാസ്സിലാണെങ്കിൽ തന്നെ നമ്മുടെ ബ്രില്യന്റിൽ നിന്ന് പറഞ്ഞ കുട്ടികൾ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ അപ്പിയർ ചെയ്യുന്നത്. അവൾക്ക് തന്നെ അവൾ തന്നെ പറയാറുണ്ട്, നല്ലൊരു ചേഞ്ച് ഉണ്ട്. മാത്സ് ആണെങ്കിലും എല്ലാ സബ്ജക്റ്റും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഹലോ, പേരെന്തായിരുന്നു? എൻ്റെ പേര് ലേഖ ഫ്രാൻസിസ്. ആന്റീൻ്റെ പേരോ?
വിമല. ഓക്കെ, അതെ. എങ്ങനെയാണ് ബ്രില്യൻറ്റിനെ പറ്റിയിട്ട് അറിഞ്ഞത്? ഇപ്പൊ ഈ സ്ക്രീനിങ് ടെസ്റ്റ് അറിഞ്ഞത് ഇപ്പൊ സ്കൂളിൽ നമുക്ക് മോളെ ഇപ്പൊ 10th-ലല്ലേ, അപ്പൊ ലൂർദിലേക്ക് പുതിയ ടൈപ്പ് ഇവർ ചെയ്തു എന്ന് പറഞ്ഞു. ഇന്റഗ്രേറ്റഡ് കോച്ചിങ് തുടങ്ങുവാണ് +1-ലേക്ക്. അപ്പൊ അതുകൊണ്ട് കിട്ടുവാണെങ്കിൽ ഒരു ചാൻസ് നോക്കാന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ അല്ലാതെ ബ്രില്യൻസ് അറിയാം, നമ്മൾ ന്യൂസ് പേപ്പറിലും ഒക്കെ കാണുന്നതാണല്ലോ. എൻ്റെ കസിൻ ഇവിടെ ഉണ്ട്, അപ്പൊ ഇതിലെ പോകുമ്പോൾ അതും അറിയാം. പിന്നെ എൻ്റെ വേറെ എൻ്റെ ഒരു ബ്രദർ ഇവിടെ പഠിച്ചു, അവന് BDS കിട്ടിയായിരുന്നു, ബാംഗ്ലൂർ ഇപ്പൊ ജോലിയായി. അപ്പൊ അതൊക്കെ അറിയാം, അങ്ങനെയെല്ലാം അറിയാം. പിന്നെ ഇതിപ്പം ലൂർദിലേക്കുള്ള ഒരു അഡ്മിഷൻ ഉദ്ദേശിച്ചാണ് വന്നത്. മാം എങ്ങനെയാണ് അറിഞ്ഞത്? ഞങ്ങളുടെ കൊച്ചു ഒന്ന് ഈ +1 ചാവറയില പഠിക്കുന്നുണ്ട്. ഓൾറെഡി പഠിക്കുന്നുണ്ട് ഇവിടെ ചാവറയിൽ. ഇതേപോലെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റ്. അതെ, അത് ടെസ്റ്റ് എഴുതി ഇങ്ങോട്ട് പഠിക്കുക. അതുകൊണ്ട് ഈ ഇളയാളരെയും കൊണ്ട് ഇവിടെ ചേർക്കാൻ വേണ്ടി ഇവിടെ ചേർക്കാന്ന് വിചാരിച്ചു വന്നല്ലേ. ഈ സ്ക്രീനിങ് ടെസ്റ്റിന് അപ്പോൾ സ്കോളർഷിപ്പ് 10% to 100% സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ അറിയാം. പിന്നെ മൂത്ത കൊച്ചി വിട്ടത് കൊണ്ട് നമുക്ക് ഇതിനെ പറ്റി അറിയാം, ബ്രില്യന്റിനെ പറ്റി. ഇവിടെ പഠിക്കുന്ന ആള് ഇപ്പൊ ഓൾറെഡി ഒരാൾ ചവറയിൽ പഠിക്കുന്നുണ്ടല്ലോ, ബ്രില്യന്റിനെ പറ്റി എന്താ പറയാറുള്ളത്? ഇവിടുത്തെ ഒരു എൻവയോൺമെന്റ് നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്, നല്ല ഹോംവർക്ക് നല്ല ഇതായിട്ടുണ്ട്, എക്സാം നല്ലപോലെ ഇതാക്കി പഠിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ചാവറയിലാണെങ്കിൽ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്ക്രീനിങ്ങും സ്കോളർഷിപ്പ് ടെസ്റ്റ് ഒക്കെ എഴുതി ആൾക്ക് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്കൂൾ ലെവലിലുള്ള എക്സാംസിനൊപ്പം തന്നെ നമ്മൾ എൻട്രൻസിനും കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ അത് ആളുടെ ഒരു ഗ്രോത്തിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്? അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ വരുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം സ്കൂളിൽ പഠിപ്പിക്കുന്നതും ഒപ്പം ഇതും കൂടി ആകുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവുകയും പിന്നെ ആ വർഷം തന്നെ നമുക്ക് ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ടെസ്റ്റ് എഴുതിയാൽ ചിലപ്പോൾ പാസ്സാകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഹായ് സാർ. ഹായ് മാം. സാറിന്റെ പേരെങ്ങനെയാണ്? രാജേഷ്. മാഡത്തിന്റെ പേര്? അമ്പിളി. അപ്പം ആരാണ് എക്സാം എഴുതാൻ വന്നത്? ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ബെനിഫിറ്റിനെ പറ്റിയിട്ട് എന്താ തോന്നിയത്? അതായത് ഇപ്പൊ നമുക്കറിയാം ബോർഡ് എക്സാംസും അതുപോലെ തന്നെ എൻട്രൻസും ഒരേപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം അല്ലേ, ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് മീൻസ് നമുക്ക് ലാഗൊന്നും ഉണ്ടാവില്ല, ഒരു വർഷം നമുക്ക് 2 വർഷം സേവ് ചെയ്യാം. ബിറ്റ്വീൻ നമുക്ക് എത്ര എൻട്രൻസ് ഉണ്ടോ അതിലെല്ലാം ട്രൈ ചെയ്യാം. അപ്പൊ അതൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ പോകുന്നത്. ബ്രില്യന്റിൽ ഏതെങ്കിലും പ്രോഗ്രാമിൽ മുന്നേ ആരെങ്കിലും ജോയിൻ ചെയ്തതായിട്ടോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? അതോ കുട്ടിയോ ഏതെങ്കിലും പ്രോഗ്രാംസിലൊക്കെ ഉണ്ടായിരുന്നു? അറിയാം, റിലേറ്റീവ്സിന്റെ ഒക്കെ കുട്ടികള് കസിൻസ് ഒക്കെ ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ക്ലാസ്സിനെ പറ്റി. മോള് 10th ട്യൂഷൻ ക്ലാസ്സിന് കയറിയിട്ടുണ്ട്, അതെല്ലാം നല്ല ക്ലാസ്സുകളായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഡൗട്ട്സ് ഉള്ള പോർഷൻസ് ഇപ്പം എല്ലാം മൊത്തം കയറാൻ പറ്റിയില്ലെങ്കിലും ഡൗട്ട്സ് വരുന്ന സയൻസിൻ്റെ ആണെങ്കിലും മാത്സിൻ്റെ ആണെങ്കിലും ചില ചാപ്റ്റേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കുറെ കൂടെ നന്നായിട്ട് മനസ്സിലാകാൻ പറ്റും. ഹായ് സാർ, പേരെന്താണ്? ജേക്കബ്. വീട്? മണവനാട്. ആരാ ഇപ്പൊ എക്സാം എഴുതാൻ വന്നേക്കുന്നത്? എന്റെ മകൻ. എങ്ങനെ ഈ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞ? ഇത് വൈഫ് സ്കൂൾ ടീച്ചറാണ്, അപ്പം അതിന്റെ ഒരു ഡിസ്കഷനിലും കണ്ട് വന്നതാണ്. ഇത് ബാക്കിയുള്ള ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നു, കിട്ടിയതാണ്. ഇപ്പോൾ 10th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് +1 +2-നൊപ്പമുള്ള 2 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള സെലക്ഷൻ ടെസ്റ്റാണ് നമുക്കിപ്പോൾ നടന്നത്. +1 +2-ന് ശേഷം നാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ ഒരു അഡ്മിഷൻ നേടുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. സെലക്ഷൻ ടെസ്റ്റ് വഴിയാണ് ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ അഡ്മിഷൻ നൽകുന്നത്. റെഗുലർ, ഹൈബ്രിഡ്, ഓൺലൈൻ, ഈവനിങ് അങ്ങനെ പല കാറ്റഗറി ആയിട്ടാണ് ഈ പ്രോഗ്രാമിൽ ക്ലാസ്സുകൾ നടക്കുന്നത്. 2024 റിസൾട്ട് നോക്കിയാൽ നീറ്റിന് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കിൽ 720-ൽ 720 മാർക്കോടെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് നേടിയ ശ്രീനന്ദ് ശർമ്മിൽ, JEE മെയിൻ്റെ കേരള ടോപ്പർ ഹാഫിസ് റഹ്മാൻ, JEE അഡ്വാൻസ് കേരള ടോപ്പർ നെവിൻ സിബി, കേരള എഞ്ചിനീയറിംഗ് ടോപ്പ് ഫസ്റ്റ് റാങ്ക് നേടിയ ദേവാനന്ദ്, ഇവരെല്ലാം ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ പാർട്ടുകളായിരുന്നു. അങ്ങനെ ഒട്ടനവധി കുട്ടികളാണ് ഈ പ്രോഗ്രാം വഴി ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടിയിരിക്കുന്നവർ. IIT എയിംസ് ബാച്ചുകളിലേക്കുള്ള അടുത്ത സ്ക്രീനിങ് ടെസ്റ്റ് മാർച്ച് 23-ന് നടക്കുന്നുണ്ട്. ഇതുകൂടാതെ മാർച്ച് 30-ന് ഒരു സ്ക്രീനിങ് ടെസ്റ്റും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഈ സ്ക്രീനിങ് ടെസ്റ്റുകളെല്ലാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സാം സെൻ്ററുകൾ ഉണ്ടാവും. കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരും ഖത്തറിലും ദുബായിലും എക്സാം സെൻ്ററുകൾ ഉണ്ടായിരിക്കും. എങ്ങനെ
ബ്രില്യൻ്റിൽ ഇങ്ങനെ ഒരു എക്സാം നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ അറിഞ്ഞേ? ഞാൻ ഫൗണ്ടേഷനുള്ളതാ, അപ്പോ ഓക്കെ, ഓൾറെഡി ഫൗണ്ടേഷനിലുള്ള ആളാണ്. ഓക്കെ, ഇയാളോ? ഞാൻ ആദ്യമായിട്ട് എഴുതാൻ വന്നതാ. ഫ്രണ്ട്സ് ആണോ നിങ്ങൾ? ഈ ഫ്രണ്ട് പറഞ്ഞിട്ടാണോ അറിഞ്ഞത് ഇങ്ങനെ ബ്രില്യൻ്റിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ? ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് കേട്ടപ്പോ ഞാനങ്ങോട്ട്. ഓക്കെ, എന്നാ പിന്നെ ഒന്ന് റെസിഡൻഷ്യൽ ബാച്ച് ഒന്ന് ട്രൈ ചെയ്യാം. എന്നാ എഞ്ചിനീയറിംഗ് ആണോ മെഡിസിൻ ആണോ? മെഡിസിൻ ആണ്. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഒരു മെഡിക്കൽ എയിംസ് ഒക്കെ ആണോ ലക്ഷ്യം? അതെ. ഓക്കെ, ഓൾറെഡി ഫൗണ്ടേഷൻ പഠിച്ച ആളെന്ന രീതിയിൽ ബ്രില്യന്റിനെ പറ്റിയാണ് എന്താ പറയാൻ വേണ്ടിയിട്ടുള്ളത്? ബ്രില്യന്റ് നല്ല ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ ഉള്ളതാ, നല്ല പരീക്ഷയൊക്കെ ഉണ്ട്, നല്ല ട്രെയിനിങ് ഒക്കെ ഉള്ളതാ. ഈ ഫൗണ്ടേഷൻ കോഴ്സും നമ്മൾ സ്കൂളിലെ കോഴ്സും കൂടെ ഒന്നിച്ചു പോയപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒന്നും കൂടെ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ എക്സാംസ് ഒക്കെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സോ ഹായ്, ഹലോ, പേരെന്താ? ഡാനിസ് ജോർജ്. ഡാനിസ് ജോർജ്. എങ്ങനെ ബ്രില്യന്റിനെ പറ്റിയിട്ട് ഈ എക്സാമിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞേ? ബ്രില്യന്റ് ഫൗണ്ടേഷൻ ഞാൻ വരുന്നുണ്ട്, അവിടെ നിന്ന് പറഞ്ഞു. ഓ, ഫൗണ്ടേഷൻ ക്ലാസ് നടന്നതാണ്. 8ാം ക്ലാസ് തൊട്ട് അവിടെ പഠിക്കുന്നത്? ഇവിടെ 8ാം ക്ലാസ് കയറി 9 സ്കിപ്പ് ചെയ്ത് വീണ്ടും 10 കയറി. 10 കയറി. എങ്ങനെയുണ്ട് ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഒക്കെ? ഫൗണ്ടേഷൻ ക്ലാസ് ഇൻട്രസ്റ്റിംഗ്, പക്ഷെ 8ാം ക്ലാസ്സിലെ ബലം 9 ഞാൻ മനസ്സിലാക്കിയത്. ഓ, അതാണ് വീണ്ടും 10 കയറി. അപ്പം ഇനി ഈ ഫൗണ്ടേഷൻ ക്ലാസ്സസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം മുന്നോട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, കാരണം ഈ ഫൗണ്ടേഷൻ കുറച്ച് കാര്യങ്ങൾ പേപ്പറിലൊക്കെ വന്നു, അതാണ് ഈസി ആയിട്ട് എഴുതാൻ പറ്റി. ഏതായിരുന്നു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഈസി ആയിട്ട് പോയത് സബ്ജക്ട്? ഈസി ആയിട്ട് പോയത് മാത്സ്. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. ഓക്കെ ആയിരുന്നു. സോ ഹായ്, പേരെന്താണ്? എന്റെ പേര് പാർവതി. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. മാത്സ് എളുപ്പമായിരുന്നു, ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എളുപ്പമായിട്ട് തോന്നി. എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ക്രാക്ക് ചെയ്യാൻ പറ്റും, കോൺഫിഡന്റ് ആണ്. അപ്പൊ ഇനി കിട്ടിക്കഴിഞ്ഞാൽ, എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇനി കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളില് അടുത്ത ഇന്റർഗ്രേറ്റഡ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, പിന്നെ നീറ്റ് ക്രാക്ക് ചെയ്യണം. ഹലോ, പേരെന്താ? എന്റെ കൃഷ്ണാന്ത് ദേവനന്ദൻ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? കെമിസ്ട്രി അല്ല ബയോളജി? മാത്സ് ആണ്. എങ്ങനെയാ ബ്രില്യന്റിനെ പറ്റി അറിഞ്ഞത്? ഇങ്ങനെ ഒരു എക്സാമുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റ്, റെസിഡൻഷ്യൽ ബാച്ച്, അതിനെ പറ്റിയിട്ടൊക്കെ എങ്ങനെയാ അറിഞ്ഞേ? സ്കൂളിൽ കൂടെ ഇറങ്ങി, സ്കൂളില് ബ്രില്യന്റിന്റെ ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്റെ ഒരു കസിൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അങ്ങനെ. കസിൻ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്ന് റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നോ? കസിന് എറണാകുളത്തായിരുന്നു. കസിൻ ഇപ്പൊ വെറ്റിനറി കിട്ടിയ പുള്ളി. അപ്പൊ ഈ കൊല്ലം നീറ്റ് എഴുതിയ ആളാണ്. ഓക്കെ, ഇക്കൊല്ലം നീറ്റ് എഴുതി ഇപ്പൊ വെറ്റിനറിയിൽ കയറിയ ആള്. ഓക്കെ ഓക്കെ ഓക്കെ. പേരെന്താ? സാര. കല്യാണി. അനന്യ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ഫൗണ്ടേഷൻ ആൾക്കാരാണോ? ഇയാൾ ഇവിടുത്തെ ഫൗണ്ടേഷൻ സ്റ്റുഡന്റ് ആണ്, ഓൺലൈൻ ഫൗണ്ടേഷൻ ആണ്. അപ്പം എങ്ങനെയാണ് ബ്രില്യന്റിനെ പറ്റി അറിഞ്ഞ് ഇങ്ങനെ എക്സാം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു വന്ന്? ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന്, ഇവരൊക്കെ പിന്നെ ചാവറയിലുള്ള പകുതി സ്റ്റുഡൻസും ബ്രില്യന്റ് സ്റ്റുഡൻസ് ആയ കാരണം പിന്നെ എഴുതി നോക്കാന്ന് ഓർത്തു. എന്താ, മെഡിസിൻ ആണോ എഞ്ചിനീയറിംഗ് ആണോ? IIT. എയിംസ്. IIT. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.